ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 4 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ, ഒരു നമ്പർ 4 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ അവസാനത്തെ 2 അക്കം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ആ 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് 4ൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റത്തെ 2 നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. 4608 അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 08 ആണ്. 4ൻ്റെ ഗുണിതമാണ് അല്ലെ 08 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യയെ 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി അടുത്ത നമ്പർ എടുക്കുക, 872192. അതിൽ ഏറ്റവും അവസാനത്തെ 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 92 ആണ് അല്ലേ. അപ്പോൾ 92 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യയും എന്താണ്, 4 ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്പർ എടുക്കുക. അടുത്ത നമ്പർ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, 00 ആണ് വരുന്നത് അല്ലേ. 2 അക്കവും 0 വരുന്നത്. അപ്പോൾ 0 ആയതുകൊണ്ട് എന്താണ്, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റത്തെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് 462154 എന്ന് പറയുന്ന സംഖ്യയാണ്. അതിൻ്റെ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 54 ആണ് അല്ലേ. അപ്പോൾ ഈ 54ന് നിങ്ങൾ 4 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കേ. 1 times 4 വരും, പിന്നെ 1 14 എന്ന് പറയുമ്പോൾ 4ൻ്റെ ടേബിൾ 3 times 12 ആണ് വരുന്നത് അല്ലേ. ബാലൻസ് എന്താ, 2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബാക്കി 3 നമ്പേഴ്സും എന്താണ്, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി വന്നിട്ട് പറ്റത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.